കോഴിക്കോട് വടകരയിൽ RJD നേതാവിന് വെട്ടേറ്റു. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി MD K സുരേഷിനാണ് വെട്ടേറ്റത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഈ വാർത്ത നമുക്ക് അപ്ഡേറ്റ് ചെയ്തു തരും. സമീർ, അപ്ഡേഷൻ. SKN ഇന്ന് സന്ധ്യയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. വില്യാപ്പള്ളി ടൗണിൽ വെച്ചായിരുന്നു ആക്രമണം. ഇതിലാണ് RJD നേതാവായിട്ടുള്ള സുരേഷിനെ വെട്ടേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് വെട്ടേറ്റിരിക്കുന്നത്. വടുവാൾ കൊണ്ടാണ് വെട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെഞ്ചിന്റെ ഭാഗത്ത് അതിന്റെ പോറൽ ഏറ്റിട്ടുണ്ട്. ആഴത്തുള്ള മുറിവില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇയാളെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അക്രമി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്യാംലാൽ എന്നുള്ള വ്യക്തിയാണ് ഈ വെട്ടിയത് എന്ന കാര്യമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ RJDയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പ് സംഘടിപ്പിച്ച വേദി പിന്നീട് തീയിട്ട് നശിപ്പിക്കുന്ന സംഭവമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സുരേഷ് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഈ ശ്യാംലാലിനെതിരായിരുന്നു ആ പരാതി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് പിറകെ പിന്നീട് സുരേഷിന്റെ വീട്ടിലെത്തിക്കൊണ്ട് ശ്യാംലാലു ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ സുരേഷിന് പരിക്കേറ്റിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് RJD ആരോപിക്കുന്നത് ഇയാൾ CPIM അനുഭാവിയാണ് എന്നാണ്. CPM ആണ് ഇയാളെ ഒത്താശ ചെയ്യുന്നത്, എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നത് എന്നാണ് RJD ആരോപിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിയുമായി CPMന് പങ്കില്ല, ഈ അക്രമ സംഭവങ്ങളുമായിട്ട് CPMന് ബന്ധമില്ല എന്ന കാര്യമാണ് CPM നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ഒളിവിലാണ്. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.